എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കാര്യക്രമം ഇവിടെ തുടങ്ങിയാണ്. അപ്പുറത്തോ സാർ ഒരു മിനിറ്റ്. ഒന്നാവല്ലേ ഇങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം ഫോട്ടോ തരാൻ ജസ്റ്റ് അല്ല അങ്ങനെ ജസ്റ്റ് എന്നാലും സോട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി അശ്വിനി ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള മിനിറ്റ്സിൽ ഒപ്പിടുന്ന ചടങ്ങാണ്.
യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ റിട്ടേണിംഗ് ഓഫീസറുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ യോഗം തുടർന്ന് നടത്തുന്നതിനായി ഇതിന്റെ അധ്യക്ഷവേദിയിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ML അശ്വിനിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംഘടനാ പർവ്വത്തിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഇവിടെ നിരവധി പ്രവർത്തനം ഇടപെടാൻ സാധിക്കുന്നു. എല്ലാം വളരെ ഭംഗിയായി സംഘടനയുടെ അച്ചടക്കവും സംഘടനയുടെ കീഴ്വഴക്കവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കാൻ സഹകരിച്ച കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സഹപ്രവർത്തകരെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുകയാണ്. കാസർഗോഡ് ജില്ല, ഞാൻ വരുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നാണ്. തെക്കേ അറ്റത്തു നിന്ന് വടക്കേ അറ്റമായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ പണ്ട് മുതലേ തിരുവനന്തപുരത്തേക്ക് പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ വടക്ക് നോക്കികളായിരുന്നു. ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ വടക്കേയറ്റമായിട്ടുള്ള മഞ്ചേശ്വരത്തും കാസർഗോഡും എന്ത് സംഭവിക്കുന്നു എന്ന അഭിമാനത്തോടെ നോക്കിയിരുന്ന പ്രവർത്തകരാണ് തെക്കുള്ള കേരളത്തിലെ പ്രവർത്തകർ. കാസർഗോഡ് ദശാബ്ദങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാനിയുടെ ഹരിതകാവ്യ പതാകയെ ഹൃദയത്തോട് സ്വീകരിക്കാൻ വിമുഖത കാണിക്കാത്ത ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെയും നാടാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയത്തിന് കാസർഗോഡ് എന്നും നല്ലൊരു വിളനിലമായിരുന്നു. ശ്രീ KG മാരാറുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങി നിലവിലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ നിയമസഭാ പ്രവേശനം നഷ്ടപ്പെട്ടെങ്കിലും അവരിൽ അർപ്പിച്ച ഈ പ്രസ്ഥാനത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ കാര്യത്തിൽ അദ്വിതീയമായ ഒരു സ്ഥാനമാണ് കാസർഗോഡ് എക്കാലത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് പ്രവർത്തകരെയും കാസർഗോഡിന്റെ BJPയുടെ പ്രവർത്തനത്തെയും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കരുതുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഞാൻ. ABVP കാലഘട്ടം മുതൽ 1990കളുടെ ആരംഭം മുതൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ക്യാമ്പസുകളിലും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകനും BJP പ്രവർത്തകനും എന്ന നിലയിൽ ഇവിടുത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇവിടുത്തെ സഹപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടുള്ള വേദികളുണ്ട്. അത്തരത്തിൽ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും വേദികളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്.